ജോഷുവ അധ്യായം 11. ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫത്ദോറിലും ഉള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോൻ നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട. നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷുവ യോദ്ധാക്കളും ഒന്നിച്ച് മെറോൻ നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിദോൻ വരെയും മിസ്രഫോത്മയും വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്നു. ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലങ്ങളും അരാബയും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും, സെയീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാക് മലയും, ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് യോശുവ അത് അവകാശമായി നൽകി. അങ്ങനെ
ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജോഷുവ അധ്യായം 12. ജോർദാന് കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോൻ. അവന്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമ്മോന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലെയാദിന്റെ പകുതിയും, കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും, ബത്ജഷിമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും, തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിന്റെയും അതിർത്തികൾ വരെയും, ബാഷാനും ഗിലെയാദിന്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിന്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ, ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലബനോൺ താഴ്വരയിലുള്ള ബെൽഗാദ് മുതൽ സെയീറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും നെഗേബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറീക്കോ, ബഥേലിന് സമീപമുള്ള ആയ്, ജെറുസലേം, ഹെബ്രോൺ, ജാർമുത്ത്, ലഖീഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അതുല്ലാം, മക്കേദ, ബഥേൽ, തപ്പുവ, ഹേഫർ, അഫെക്, ലാഷറോൺ, മാദോൻ, ഹാസോർ, ഷിമ്രോൺ, മെറോൺ, അക്ഷാഫ്, താനാക്ക്, മെഗിദോ, ഖേദഷ്, കാർമലിലെ യോക് നയാം, നഫ്ദോറിലെ ദോർ, ഗലീലിയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31 പേർ. ജോഷുവ അധ്യായം 13. ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു: നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും, ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും, ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും, തെക്ക് ആവീൻ ദേശവും കനാൻ ദേശവും, സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക് വരെയും, ഗബാല്യരുടെ ദേശവും, ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും, ലബനോനും മിസ്രഹോത്മായിമിനും ലബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച്
ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്കുവശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീബോൻ വരെയും, ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമ്മോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമ്മോന്യരുടെ അതിർത്തികൾ വരെയും, ഗിലെയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാഷാനും, എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മക്കാത്യരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോത്ബാലും ബേത്ബാൽമേയനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തായിമും സിപ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷഹാറും ബെത്പയോറും പിസ്ഗ ചെരുവുകളും ബേത് ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിലുൾപ്പെടുന്നു. അവന്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സൂർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണ് ഇവ. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമ്മോന്യരുടെ ദേശത്തിന്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പയും ബത്തോണിമും വരെ, മഹനായിം മുതൽ ദബീറിന്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബെത് ആറാം, ബെത് നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ജോർദാന്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണ് ഇവ. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹാനായിം മുതൽ ബാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും, ബാഷാനിലുള്ള ജായിറിന്റെ എല്ലാ പട്ടണങ്ങളും, 60 പട്ടണങ്ങളും, ഗിലെയാദിന്റെ പകുതിയും, അഷ്താരോത്ത്, എദ്രയി എന്നീ ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണ് ഇവ.
ജെറീക്കോയുടെ കിഴക്ക് ജോർദാൻ അക്കരെ മോവാബ് സമുദ്രത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണ് ഇവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ജോഷുവ അധ്യായം 14. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ 9 ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത് നറുക്കിട്ടാണ്. ജോർദാനും മറുകരയിൽ 2 ഗോത്രങ്ങൾക്കും അർദ്ധഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. ജോസഫിന്റെ സന്തതികൾ മനാസെ, എഫ്രായിം എന്ന് 2 ഗോത്രങ്ങളായിരുന്നു. താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു. കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലബ് അവനോട് പറഞ്ഞു, കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദേശ് ബർണിയായിൽ വെച്ച് എന്താണ് അരുളി ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. കാദേശ് ബർണിയായിൽ നിന്ന് ദേശം ഒറ്റുനോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നു. അന്ന് മോശ ശപഥം ചെയ്ത് പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിൻചെന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്യമികൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നോടുകൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ജോഷുവ യെഫുന്നയുടെ മകനായ കാലബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു. അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലബിന്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ഹെബ്രോണിന്റെ പേര് പണ്ട് കിര്യാതർബ എന്നായിരുന്നു. ഇത് അനാക്യമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടായി. ജോഷുവ അധ്യായം 15. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിന്നിലേക്ക് കടന്ന് കാദേശ് ബർണയായുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു.
അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബെത്ഹോഗ്ലായിലൂടെ പോയി ബേത് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിന്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസ്യ മലയുടെ ജെറൂസലമിന്റെ തെക്കേ അറ്റത്ത് ബെൻഹിന്നോൻ താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോൻ താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിൻ താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യെയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമഭാഗത്തുകൂടി കടന്ന് സെയ്ർ മലയിലെത്തി യെയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തൂടെ കടന്ന് ബെത്ഷമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണ് ഇത്. ജോഷയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നയുടെ മകനായ കാലബിന് യൂദാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലബ് അനാക്കിൻ്റെ സന്തതികളായ ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി. അവൾ അടുത്ത് ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേ അറ്റത്ത് ഏതോ അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഗുർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബെയാലോത്ത്, ഹാസോർ ഹദാത്ത, കിരിയോത്ത് ഹെസ്രോൺ, ഹാസോർ, അമാം, ഷേമ, മുളാദ, ഹസാർഗാദ, ഹെഷ്മോൺ, ബത്പലത്ത്, ഹസാർ ഷുവാൽ, ബേർഷേബ, ബിസിയോദിയ, ബാല, ഈം, ഏസം, എൽത്തോലാദ്, ഖെസിൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബാവോത്ത്, ഷിൽഹിം, അയിൻ, റിമ്മോൻ,
അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നീം, തപ്പുവ, ഏനാം, യാർമുത്ത്, അതുല്ലാം, സൊക്കോ, അസേക്ക, ഷറായിം, അതിത്തായിം, ഗദേറ, ഗദറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദിലയാൻ, മിസ്പെ, യോക്തേൽ, ലാഖീഷ്, ബോസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലഖ്മാം, കിത്ലിഷ്, ഗദറോത്ത്, ബെദ്ദാഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, ആഷ്ന, നെസിബ്, കെയില, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ, മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സൊക്കോ, ദന്ന, കിരിയാത് സന്ന, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദുമ, എഷാൻ, യാനീം, ബത്തപ്പുവ, അഫേക്ക, ഹുംത, കിരിയാഥർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോക്ദയാം, സനോവ, കായിൻ, ഗബയ, തിംന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഹാൽഗുൽ, ബസ്സൂർ, ഗദോർ, മാറാത്ത്, ബത് അനോത്ത്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത് ബാൽ, കിരിയാത് ഏയാറിം, റാബ്ബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബദരാബ, മിദ്ദീൻ, സെക്കാക്ക, നിബ്ഷാൻ ഉപ്പുനഗരം, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാഗോത്രത്തിന് ജെറൂസലം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറൂസലമിൽ വസിക്കുന്നു. Chapter 11. When Jabin, king of Hazor, learned of this, he sent a message to Jobab, king of Madon, to the king of Shimron, to the king of Akshaph, and to the northern kings in the mountain regions, and in the Arabah near Chinneroth in the foothills, and in Naphoth Dor to the west. These were Canaanites to the east and west, Amorites, Hittites, Perizzites, and Jebusites in the mountain regions, and Hivites at the foot of Hermon in the land of Mizpah. They came out with all their troops, an army numerous as the sands on the seashore, and with a multitude of horses and chariots. All these kings joined forces and marched to the waters of Merom, where they encamped together to fight against Israel. The Lord said to Joshua, "Do not fear them, for by this time tomorrow I will stretch them slain before Israel. You must hamstring their horses and burn their chariots." Joshua with his whole army came upon them at the waters of Merom in a surprise attack. The Lord delivered them into the power of the Israelites,
who defeated them and pursued them to Greater Sidon, to Mishrephoth-maim, and eastward to the valley of Mizpah. They struck them all down, leaving no survivors. Joshua did to them as the Lord had commanded. He hamstrung their horses and burned their chariots. At that time Joshua, turning back, captured Hazor and slew its king with the sword, for Hazor formerly was the chief of all those kingdoms. He also fulfilled the doom by putting every person there to the sword, till none was left alive. Hazor itself he burned. Joshua thus captured all those kings with their cities, and put them to the sword, fulfilling the doom on them, as Moses, the servant of the Lord, had commanded. However, Israel did not destroy by fire any of the cities built on raised sites, except Hazor, which Joshua burned. The Israelites took all the spoil and livestock of these cities as their booty, but the people they put to the sword, until they had exterminated the last of them, leaving none alive. As the Lord had commanded his servant Moses, so Moses commanded Joshua, and Joshua acted accordingly. He left nothing undone that the Lord had commanded Moses should be done. So Joshua captured all this land, the mountain regions, the entire Negeb, all the land of Goshen, the foothills, the Arabah, as well as the mountain regions and foothills of Israel, from Mount Halach, that rises toward Seir, as far as Baal-Gad, in the Lebanon valley at the foot of Mount Hermon. All their kings he captured and put to death. Joshua waged war against all these kings for a long time. With the exception of the Hivites who lived in Gibeon, no city made peace with the Israelites. All were taken in battle. For it was the design of the Lord to encourage them to wage war against Israel, that they might be doomed to destruction, and thus receive no mercy, but be exterminated as the Lord had commanded Moses. At that time Joshua penetrated the mountain regions, and exterminated the Anakim and Hebron, Debir, Anab, the entire mountain region of Judah, and the entire mountain region of Israel. Joshua fulfilled the doom on them and on their cities, so that no Anakim were left in the land of the Israelites. However, some survived in Gaza, in Gath, and in Ashdod. Thus Joshua captured the whole country, just as the Lord had foretold to Moses. Joshua gave it to Israel as their heritage, apportioning it among the tribes, and the land enjoyed peace. Chapter 12. The kings of the land east of the Jordan, from the river Arnon to Mount Hermon, including all the eastern section of the Arabah, whom the Israelites conquered, and whose lands they occupied, were: first, Sihon, king of the Amorites, who lived in Heshbon. His domain extended from Aroer, which is on the bank of the Wadi Arnon, to include the Wadi itself, and the land northward through half of Gilead to the Wadi Jabbok, as well as the Arabah from the eastern side of the Sea of Kinnereth, as far south as the eastern side of the Salt Sea of the Arabah, in the direction of Beth Jeshemoth, to a point under the slopes of Pisgah. Secondly, Og, king of Bashan, a survivor of the Rephaim, who lived at Ashtaroth and Edrei. He ruled over Mount Hermon, Salekah, and all Bashan as far as the boundary of the Geshurites and the Maacathites, and over half of Gilead as far as the territory of Sihon, king of Heshbon. After Moses, the servant of the Lord, and the Israelites conquered them, he assigned their land to the Reubenites, the Gadites, and the half-tribe of Manasseh as their property. This is a list of the kings whom Joshua and the Israelites conquered west of the Jordan, and whose land from Baal-Gad in the Lebanon valley to Mount Halach, which rises toward Seir, Joshua apportioned to the tribes of Israel. It included the mountain regions and foothills, the Arabah, the slopes, the desert, and the Negeb, belonging to the Hittites, Amorites, Canaanites, Perizzites, Hivites, and Jebusites. They were the kings of Jericho, Ai, which is near Bethel, Jerusalem, Hebron, Jarmuth, Lachish, Eglon, Gezer, Debir, Geder, Hormah, Ara, Libnah, Adulam, Makkedah, Bethel, Tappuah, Hepher, Aphek, Lasharon, Madon, Hazor, Shimron, Akshaph, Teanach, Megiddo, Kedesh, Jokneam at Carmel, and Dor and Naphoth Dor, the foreign king at Gilgal, and the king of Tirzah, 31 kings in all.
Chapter 13. When Joshua was old and advanced in years, the Lord said to him, Though now you are old and advanced in years, a very large part of the land still remains to be conquered. This additional land includes all Geshur and all the districts of the Philistines. From the stream adjoining Egypt to the boundary of Ekron in the north is reckoned Canaanite territory, though held by the 5 lords of the Philistines in Gaza, Ashdod, Ashkelon, Gath, and Ekron. Also where the Avim are in the south, all the land of the Canaanites from Meara of the Sidonians to Aphek, and the boundaries of the Amorites, and the Gebelite territory, and all the Lebanon on the east, from Baal-Gad at the foot of Mount Hermon to Labo in the land of Hamath. At the advance of the Israelites I will drive out all the Sidonian inhabitants of the mountain regions between Lebanon and Misrephoth-Maim, at least include these areas in the division of the Israelite heritage, just as I have commanded you. Now therefore a portion among the 9 tribes and the half-tribe of Manasseh, the land which is to be their heritage. Now the other half of the tribe of Manasseh, as well as the Reubenites and Gadites, have received their heritage, which Moses, the servant of the Lord, had given them east of the Jordan, from Aroer on the bank of the Wadi Arnon, and the city in the Wadi itself, through the tableland of Medeba and Dibon, with the rest of the cities of Sihon, king of the Amorites, who reigned in Heshbon, to the boundary of the Ammonites. Also Gilead and the territory of the Geshurites and Maacathites, all Mount Hermon, and all Bashan as far as Salekah, the entire kingdom in Bashan of Og, a survivor of the Rephaim, who reigned at Ashtaroth and Edrei. Though Moses conquered and occupied these territories, the Israelites did not dislodge the Geshurites and Maacathites, so that Geshur and Maacath survive in the midst of Israel to this day. However, to the tribe of Levi Moses assigned no heritage, since, as the Lord had promised them, the Lord, the God of Israel, is their heritage. What Moses gave to the Reubenite clans, their territory reached from Aroer on the bank of the Wadi Arnon, and the city in the Wadi itself, through the tableland about Medeba, to include Heshbon and all its towns which are on the tableland, Dibon, Bamoth Baal, Beth Baal Meon, Jehaz, Kedemoth, Mephath, Kiriathaim, Sibma, Zereth Shehar, on the knoll within the valley, Beth Peor, the slopes of Pisgah, Beth Jeshimoth, and the other cities of the tableland, and generally of the kingdom of Sihon. This Amorite king who reigned in Heshbon Moses had killed with his vassals, the princes of Midian, who were settled in the land, Evi, Rechem, Zur, Hur, and Reba. And among their slain followers the Israelites put to the sword also the soothsayer Balaam, son of Beor. The boundary of the Reubenites was the bank of the Jordan. These cities and their villages were the heritage of the clans of the Reubenites. What Moses gave to the Gadite clans, their territory included Jazer, all the cities of Gilead, and half the land of the Ammonites as far as Aroer toward Rabbah, that is, from Heshbon to Ramoth Mizpeh, and Bitonim, and from Mahanaim to the boundary of Lodebar, and in the Jordan valley, Beth Haram, Beth Nimrah, Succoth, Zephon, the other part of the kingdom of Sihon, king of Heshbon, with the bank of the Jordan to the southeastern tip of the sea of Kinnereth. These cities and their villages were the heritage of the clans of the Gadites. What Moses gave to the clans of the half-tribe of Manasseh, their territory included Mahanaim, all of Bashan, the entire kingdom of Og, king of Bashan, and all the villages of Jair, which are 60 cities in Bashan. Half of Gilead with Ashtaroth and Edrei, once the royal cities of Og and Bashan, fell to the descendants of Machir, son of Manasseh, for half the clans descended from Machir. These are the portions which Moses gave when he was in the plains of Moab, beyond the Jordan, east of Jericho. However, Moses gave no heritage to the tribe of Levi, since the Lord himself, the God of Israel, is their heritage as he promised. Chapter 14. Here follow the portions which the Israelites received in the land of Canaan. Eleazar the priest, Joshua son of Nun, and the heads of families in the tribes of the Israelites determined their heritage by lot, in accordance with the instructions the Lord had given through Moses concerning the remaining 9.5 tribes.
For to 2.5 tribes Moses had already given a heritage beyond the Jordan, and though the Levites were given no heritage among the tribes, the descendants of Joseph formed 2 tribes, Manasseh and Ephraim. The Levites themselves received no share of the land, except cities to live in, with their pasture lands for the cattle and flocks. Thus, in apportioning the land, did the Israelites carry out the instructions of the Lord to Moses. When the Judahites came up to Joshua in Gilgal, the Kenizzite Caleb, son of Jephunneh, said to him, "You know what the Lord said to the man of God Moses about you and me in Kadesh Barnea. I was 40 years old when the servant of the Lord Moses sent me from Kadesh Barnea to reconnoiter the land, and I brought back to him a conscientious report. My fellow scouts who went up with me discouraged the people, but I was completely loyal to the Lord my God. On that occasion Moses swore this oath, 'The land where you have set foot shall become your heritage, and that of your descendants forever, because you have been completely loyal to the Lord my God.' Now, as he promised, the Lord has preserved me while Israel was journeying through the desert for the 45 years since the Lord spoke thus to Moses. And although I am now 85 years old, I am still as strong today as I was the day Moses sent me forth, with no less vigor, whether for war or for ordinary tasks. Give me therefore this mountain region which the Lord promised me that day, as you yourself heard. True, the Anakim are there, with large fortified cities, but if the Lord is with me, I shall be able to drive them out, as the Lord promised." Joshua blessed Caleb, son of Jephunneh, and gave him Hebron as his heritage. Therefore Hebron remains the heritage of the Kenizzite Caleb, son of Jephunneh, to the present day, because he was completely loyal to the Lord, the God of Israel. Hebron was formerly called Kiriath Arba, for Arba, the greatest among the Anakim, and the land enjoyed peace. Chapter 15. The lot for the clans of the Judahite tribe fell in the extreme south toward the boundary of Edom, the desert of Zin in the Negeb. The boundary there ran from the bay that forms the southern end of the Salt Sea, southward below the pass of Akrabim across through Zin, up to a point south of Kadesh Barnea, across to Hezron, and up to Adar. From there, looping around Karka, it crossed to Asmon, and then joined the Wadi of Egypt before coming out at the sea. This is your southern boundary. The eastern boundary was the Salt Sea as far as the mouth of the Jordan.
The northern boundary climbed from the bay where the Jordan meets the sea up to Beth Hogla, and ran north of Beth Araba up to Eben Bochan ben Reuben. Thence it climbed to Debir, north of the vale of Achor, in the direction of the Gilgal that faces the pass of Adumim, on the south side of the Wadi. From there it crossed to the waters of En-Shemesh, and emerged at En-Rogel. Climbing again to the valley of Ben-Hinnom, on the southern flank of the Jebusites, that is Jerusalem, the boundary rose to the top of the mountain at the northern end of the valley of Rephaim, which bounds the valley of Hinnom on the west. From the top of the mountain it ran to the fountain of waters of Nephtoah, extended to the cities of Mount Ephron, and continued to Beala, or Kiriath Jearim. From Beala the boundary curved westward to Mount Seir, and passed north of the ridge of Mount Jearim, that is Kesalon. Thence it descended to Beth Shemesh and ran across to Timnah. It then extended along the northern flank of Ekron, continued through Shikkeron, and across to Mount Beala, thence to include Jabneel, before it came out at the sea. The western boundary was the Great Sea and its coast. This was the complete boundary of the clans of the Judahites. As the Lord had commanded, Joshua gave Caleb, son of Jephunneh, a portion among the Judahites, namely Kiriath Arba. Arba was the father of Anak, that is Hebron. And Caleb drove out from there the 3 Anakim, the descendants of Anak, Shishai, Ahiman, and Talmai. From there he marched up against the inhabitants of Debir, which was formerly called Kiriath Sepher. Caleb said, I will give my daughter Achsah in marriage to the one who attacks Kiriath Sepher and captures it. Othniel, son of Caleb's brother Kenaz, captured it, and so Caleb gave him his daughter Achsah in marriage. On the day of her marriage to Othniel, she induced him to ask her father for some land. Then as she alighted from the ass, Caleb asked her, What is troubling you? She answered, Give me an additional gift. Since you have assigned to me land in the Negeb, give me also pools of water. So he gave her the upper and the lower pools. This is the heritage of the clans of the tribe of Judahites. The cities of the tribe of the Judahites in the extreme southern district toward Edom were Kabzeel, Eder, Jagur, Kina, Daimona, Adadah, Kedesh, Hazor, and Ithnan, Ziph, Telem, Bealoth, Hazor Hadattah, and Kirioth Hezron, that is Hazor, Amam, Shema, Molada, Hazar-Gada, Heshmon, Beth-Pilet, Hazar-Shual, Beersheba, and Biziothaiah, Baala, Im, Ezem, El-Tolad, Chesil, Horma, Ziklag, Madmanah, Sansannah, Lebaoth, Shilhim, and En-Rimmon, a total of 29 cities with their villages. In the foothills, Eshtaol, Zorah, Ashna, Zonoah, En-Ganim, Tapua, Enam, Jarmuth, Adulam, Soko, Azekah, Sha'ar-Raim, Adithaim, Gedera, and Gederothayim, 14 cities and their villages. Zenan, Hadashah, Migdal-Gad, Dalian, Mizpah, Joktheel, Lachish, Boskath, Eglon, Kabon, Laman, Chitlish, Gederoth, Beth-Dagon, Naamah, and Makkedah, 16 cities and their villages. Libnah, Ether, Ashan, Iftah, Ishna, Nizib, Kiala, Aksib, and Mareshah, 9 cities and their villages. Ekron and its towns and villages, from Ekron to the sea, all the towns that lie alongside Ashdod and their villages, Ashdod and its towns and villages, Gaza and its towns and villages, as far as the Wadi of Egypt and the coast of the Great Sea. In the mountain regions, Shamir, Jatir, Soko, Dana, Kiryasana, that is Debir, Enab, Eshtemo, Anim, Goshen, Holon, and Gilo, 11 cities and their villages. Arab, Duma, Eshan, Janim, Beth Tapua, Afekah, Humta, Kiriath Arba, that is Hebron, and Zior, 9 cities and their villages. Meon, Carmel, Ziph, Juta, Jezreel, Jokdeam, Zanoah, Cain, Gibeah, and Timnah, 10 cities and their villages. Halhul,
Bethzur, Gedor, Maarath, Beth-Enoth, and Eltekon, 6 cities and their villages. Tekoa, Ephrathah, that is Bethlehem, Peor, Etam, Kulam, Tatam, Zores, Karim, Galim, Bether, and Manoko, 11 cities and their villages. Kiriath Baal, that is Kiriath Jearim, and Reba, 2 cities and their villages. In the desert, Beth Araba, Midin, Seka, Nibshan, Ir Hamelah, and En-Gedi, 6 cities and their villages. But the Jebusites who lived in Jerusalem, the Judahites could not drive out. So the Jebusites dwell in Jerusalem beside the Judahites to the present day.